Hi everybody, welcome to our channel. This is Let's Talk with KK. I'm Kavya with Karthika. ഹായ്, ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ നിങ്ങളുമായി സംസാരിക്കാൻ പോകുന്നത് കൊറിയൻ വേവ് അഥവാ ഹാല്യു. യെസ്, 1990-കൾ മുതൽ സൗത്ത് കൊറിയയുടെ കൾച്ചർ, അവരുടെ കെ മൂവീസ്, കെ ഡ്രാമാസ്, കെ പോപ്പ് എന്നിവയ്ക്ക് ഗ്ലോബലി ഒരു പോപ്പുലാരിറ്റിയിൽ ഒരു ഇൻക്രീസ് ഉണ്ടായി. പെട്ടെന്ന് റാപ്പിഡായ ഒരു പോപ്പുലാരിറ്റി ഗ്രോത്ത് ഒക്കെ ഉണ്ടായി. ഇതിനെയാണ് കൊറിയൻ വേവ് അല്ലെങ്കിൽ ഹാല്യു എന്ന് വിളിക്കുന്നത്. ഇതിന്റെ ഒരു തുടക്കം 1990-കൾ മുതലാണ് ആരംഭിക്കുന്നത്. കൊറിയൻ വേവ് ഓർ ഹാലുവിന് വഴിതെളിച്ച ഒരുപാട് ഇൻസിഡൻസ് അല്ലെങ്കിൽ അതിന് വഴിതെളിച്ച ഒരുപാട് ബാക്ക്ഗ്രൗണ്ട്സ് 1990-ന് മുൻപായി സൗത്ത് കൊറിയയിൽ ഉണ്ടായി. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സ്ക്രീൻ ക്വാട്ട സിസ്റ്റം പിൻവലിച്ചത്. സ്ക്രീൻ ക്വാട്ട സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഡൊമസ്റ്റിക് ഫിലിംസിന് കൂടുതൽ റിലീസിങ്, അതായത് അവയുടെ പ്രദർശനം കൂടുതലും ഇന്റർനാഷണൽ മൂവീസിന് ചെറിയ രീതിയിൽ ലിമിറ്റ് ഏർപ്പെടുത്തിയിരുന്നു. 1986-ൽ മോഷൻ പിക്ചേഴ്സ് എക്സ്പോർട്ടേഴ്സ് അസോസിയേഷൻ യുണൈറ്റഡ് നേഷൻസ് സെനറ്റിൽ ഈ ഒരു സ്ക്രീൻ ക്വാട്ട സിസ്റ്റം പിൻവലിക്കണം എന്നതിനെതിരെ ഒരു കംപ്ലൈന്റ് സമർപ്പിച്ചു. ഇതിന് പ്രകാരം സൗത്ത് കൊറിയ ഈ റെഗുലേഷൻ എടുത്തുമാറ്റി. അങ്ങനെ സൗത്ത് കൊറിയയിൽ ഈ വാർണർ ബ്രോസിന്റെയും ഡിസ്നിയുടെയും കൊളംബിയയുടെയും ഒക്കെ ഡിസ്ട്രിബ്യൂഷൻ കമ്പനീസ് ആരംഭിച്ചു. ഇങ്ങനെ പറയപ്പെടുന്നുണ്ട്, ഒരു കണക്ക് പ്രകാരം 1.5 ബില്യൺ ഹ്യുണ്ടായി ഓട്ടോമൊബൈൽസിന്റെ സെയിലിനെ മറികടന്നു ജുറാസിക് പാർക്ക് എന്ന ഒറ്റ ഫിലിമിന്റെ കളക്ഷൻ സൗത്ത് കൊറിയയിൽ. യെസ്, അപ്പോൾ അങ്ങനെ ഒരു 80% ഹോളിവുഡിന്റെ ഷെയർ കൊറിയൻ ഇക്കോണമിയിൽ ആ സമയത്ത് അല്ലെങ്കിൽ ഹോളിവുഡ് മൂവീസിന്റെ ഒരു ഷെയർ എന്ന് പറയുന്നത് 80% എത്തി. എന്നാൽ ഡൊമസ്റ്റിക് മൂവീസിന് 15.9% മാത്രമേ ഷെയർ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഒരു സമയങ്ങളിൽ മീഡിയ പ്രൊഡക്ഷൻസിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന കിം യോങ് സാം അദ്ദേഹം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സബ്സിഡീസ് ഒക്കെ നൽകിക്കൊണ്ടിരുന്നു. മറ്റൊരു പ്രധാന ഇൻസിഡന്റ് ആണ് ഇക്കണോമിക് ക്രൈസിസ്. 1997-ലെ ഇക്കണോമിക് ക്രൈസിസ് അത് മാനുഫാക്ചറിങ് സെക്ടറിനെ വളരെയധികം ബാധിച്ചു. ഇക്കണോമിക്കലി മറ്റ് ഏഷ്യൻ രാജ്യങ്ങളോടൊപ്പം തന്നെ സൗത്ത് കൊറിയയെ ബാധിച്ചപ്പോൾ വളരെ കുറച്ച് ബിസിനസ്മെൻസ് എല്ലാവരും തന്നെ മൂവി പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഡ്രാമ പ്രൊഡക്ഷനിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ എന്റർടൈൻമെന്റ് മേഖലയിലേക്ക് അവരുടെ ബിസിനസ് അവർ തിരിച്ചു. ആ ഒരു സമയമൊക്കെ ആയപ്പോൾ മാനുഫാക്ചറിങ് പ്രൊഡക്ഷൻ സെക്ടറിനോടൊപ്പം തന്നെ എന്റർടൈൻമെന്റ് സെക്ടറിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ലഭിച്ചു തുടങ്ങി. അതെ, ഈ സമയത്ത് സൗത്ത് കൊറിയയിൽ മറ്റു ചില സുപ്രധാന സംഭവങ്ങൾ കൂടി നടന്നു. അതിലൊന്നാണ് ഫോറിൻ ട്രാവൽ. ഒരു കാലത്ത് സൗത്ത് കൊറിയ ബാൻ ചെയ്തിരുന്നു, ആ ബാൻ പിൻവലിച്ചത്. പ്രകാരം സൗത്ത് കൊറിയയിൽ നിന്നുള്ള ആളുകൾക്ക് US-ലേക്കും യൂറോപ്പിലേക്കും പോയവർ വിദ്യാഭ്യാസം നേടിയതിനു ശേഷം അവിടെയുള്ള കമ്പനീസിൽ ജോയിൻ ചെയ്യുകയും കുറച്ചു പേർ ഉന്നത വിദ്യാഭ്യാസം നേടിയതിനു ശേഷം സൗത്ത് കൊറിയയിൽ ബിസിനസ്സുകൾ തുടങ്ങുകയും ചെയ്തു. കുറെ ആളുകൾ മീഡിയ പ്രൊഡക്ഷനിലേക്കും ഒക്കെ ആളുകൾ മാറി. അങ്ങനെ ബിസിനസ്സിലാണെങ്കിലും മീഡിയയിലാണെങ്കിലും പുതിയ പുതിയ ഐഡിയാസും പുതിയ പുതിയ ടെക്നിക്കുകളും ഒക്കെ ഉൾപ്പെടുത്താൻ തുടങ്ങി. കൂടാതെ മറ്റൊരു പ്രധാന സംഭവമാണ് അവിടുത്തെ സെൻസർഷിപ്പ് ലോസ് പിൻവലിച്ചത്. ഈ കോൺട്രവേഴ്സീസ് ഉണ്ടാക്കുന്ന സബ്ജക്റ്റുകളെല്ലാം ഈ എന്റർടൈൻമെന്റ് മേഖലകളിൽ നിന്ന് അവർ ഒഴിവാക്കിയിരുന്നു. അപ്പം ഇത്തരത്തിലൊരു ആ ലോ പിൻവലിക്കുന്നതിലൂടെ പുതിയ പുതിയ ഇന്നോവേറ്റീവ് ആയുള്ള ഐഡിയാസ്, അതായത് ഈ ഫോറിനിൽ പോയി പഠിച്ച യങ് ജനറേഷൻസിന് അല്ലെങ്കിൽ ടാലന്റഡ് ആയിട്ടുള്ള ഫിലിം മേക്കേഴ്സ്, മ്യൂസിക് പ്രൊഡ്യൂസ് ചെയ്യുന്നവർ, അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് വളരെയധികം ഹെൽപ്ഫുൾ ആയി. അവിടെ നിലനിന്ന ട്രഡീഷണൽ മൂവി മേക്കിംഗ് അല്ലെങ്കിൽ ട്രഡീഷണൽ മ്യൂസിക് അതിനെയെല്ലാം ഇന്നോവേറ്റീവായ, അതായത് പുതിയതായി കണ്ടെത്തിയ കൾച്ചറുമായി ജസ്റ്റ് ഒരു മിംഗ്ലിംഗ് എന്ന് തന്നെ നമുക്ക് പറയാം. അത്തരത്തിലുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് ആൻഡ് ടെക്നിക്സ് അതെല്ലാം തന്നെ മൂവി, മ്യൂസിക്, എന്റർടൈൻമെന്റ് സെക്ടറിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. എക്കണോമിയിൽ അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് സാംസങ് പോലുള്ള വലിയ വലിയ കൊറിയൻ കമ്പനീസ് അവരെ സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ടത് അവരുടെ ഗവൺമെന്റിന്റെ സപ്പോർട്ട്. ഇതൊക്കെ അവരുടെ പിന്നിലുണ്ടായതോടുകൂടിയാണ് ഈ കൊറിയൻ വേവ് ആരംഭിക്കുന്നത്. അതിൽ ഫസ്റ്റ് മൈൽ സ്റ്റോൺ എന്ന് തന്നെ പറയാവുന്നതാണ് 1999 റിലീസ് ചെയ്ത ലോക്കൽ ബിഗ് ബജറ്റ് മൂവിയായ ഷ്വിരി. അത് സൗത്ത് കൊറിയയിൽ ഒരു വലിയ ഹിറ്റ് തന്നെയായിരുന്നു. ഇതിന്റെ പ്രധാന ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് സൗത്ത് കൊറിയൻ ചിയർബോൾ ആയ സാംസങ് തന്നെയായിരുന്നു.
ടൈറ്റാനിക് അവിടെ നേടിയ മൂവി അവിടെ നേടിയ കളക്ഷൻ റെക്കോർഡിനെ മറികടന്നു ഈ ലോക്കൽ ബിഗ് ബഡ്ജറ്റ് മൂവി. യെസ്, അങ്ങനെ ഈ മൂവിയിലൂടെ സൗത്ത് കൊറിയയുടെ പോപ്പുലാരിറ്റി മറ്റ് രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചു. സൗത്ത് കൊറിയൻ കൾച്ചറൽ പ്രോഡക്ട്സ്, മൂവീസ്, ഡ്രാമാസ് ഇവയിലൂടെ കൊറിയൻ വേവ് തുടക്കം കുറിച്ചു. യെസ്, ആദ്യം നമുക്ക് ഇതിന്റെ പ്രസൻസ് അറിയാൻ സാധിക്കുന്നത് ചൈനയിലും ജപ്പാനിലുമാണ്. ചൈനയിൽ ഒരുപാട് കെ ഡ്രാമാസിന്റെ ലവേഴ്സ്, അവിടുത്തെ ടി വികളിൽ ഇത് സംപ്രേഷണം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഒരുപാട് കെ ഡ്രാമാസ് ലവേഴ്സ് ഉണ്ടാകാൻ തുടങ്ങി. SM എന്റർടൈൻമെന്റിന്റെ ബോയ് ബാൻഡായ HOT അവരുടെ ഓവർസീസ് കോൺസെർട്ട്, അത് K-പോപ്പിന്റെ തന്നെ ഫസ്റ്റ് ഓവർസീസ് കോൺസെർട്ട് ആയിരുന്നു. അതും നടന്നത് ചൈനയിലാണ്. അങ്ങനെ ചൈനയിലും ജപ്പാനിലും വളരെയധികം ഫാൻ ബേസ് ഈ കൾച്ചറൽ പ്രോഡക്ട്സിന്, അതായത് കെ ഡ്രാമാസിന് ലഭിക്കാനാണ്. ഓഫ് കോഴ്സ് അവയ്ക്കെല്ലാം ലഭിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ഷിറി എന്ന മൂവിയുടെ ആ ഒരു ഫ്രഷ്നെസ്, ഒരു തരംഗത്തിന് പിന്നോടിയായി അതിനെ പിന്തുടർന്ന് മറ്റൊരു സൗത്ത് കൊറിയൻ ബ്ലോക്ക് ബസ്റ്റർ ഉണ്ടായി. അതായത് 2001 റിലീസ് ചെയ്ത മൈ സാസി ഗേൾ. കൊറിയൻ മൂവീസ് കണ്ടവരുടെ എല്ലാവരുടെയും ഫേവറേറ്റ്, ഇപ്പോഴും എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് മൂവിയാണ് മൈ സാസി ഗേൾ. അതൊരു ഇന്റർനാഷണൽ ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു. ഇന്റർനാഷണൽ റീമേക്സ്, ടെലിവിഷൻ അഡാപ്റ്റേഷൻ, സീക്വൽസ് എല്ലാം തന്നെ ഈ മൂവിക്ക് ഉണ്ടായി. കൂടാതെ പല രാജ്യങ്ങളിലേക്കും മൈ സാസി ഗേൾ മൂവിയുടെ CDs ആൻഡ് DVDs എല്ലാം റിലീസ് ചെയ്യപ്പെട്ടു. ഈ 2000 കാലഘട്ടങ്ങളൊക്കെ ആകുമ്പോഴേക്കും കെ മൂവീസിനും കെ ഡ്രാമാസിനും K-പോപ്പിനും ഈ രാജ്യങ്ങളിൽ ഒരുപാട് ആരാധകരുണ്ടായി. അങ്ങനെ കൊറിയൻ വേവ് കൊറിയൻ ഹാല്യു അല്ലെങ്കിൽ കൊറിയൻ വേവിന്റെ ശക്തി വ്യാപിക്കുവാനായിട്ട് തുടങ്ങി. പിന്നെ കൂടാതെ നേപ്പാൾ, ശ്രീലങ്ക, ഭൂട്ടാൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്കും ഈ കൊറിയൻ വേവ് വ്യാപിക്കാൻ തുടങ്ങി. അവിടെയും കെ ഡ്രാമാസും K-പോപ്പും ഒക്കെ തന്നെയായിരുന്നു ഡ്രൈവിംഗ് ഫോഴ്സസ് അവിടെ. കൂടാതെ ഈ കൊറിയൻ ഫാഷൻ അവരെ ഒരുപാട്, യെസ്, അവിടുത്തെ വുമൻസ് ആ ഹെയർ സ്റ്റൈൽസുകളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. അവിടെ ഈ രാജ്യങ്ങളിൽ ഏറ്റവും ഫേമസ് ആയ കെ ഡ്രാമാസ് ആയിരുന്നു വിന്റർ സൊനാറ്റ അല്ലെങ്കിൽ ഫുൾ ഹൗസ് പോലുള്ളവയൊക്കെ. K-പോപ്പിന്റെ പോപ്പുലാരിറ്റി ആ രാജ്യങ്ങളിലൊക്കെ വളരുന്നതിന് ഒരുപാട് സഹായിച്ചു. പിന്നെ മറ്റൊന്നാണ് ഈ കെ ഡ്രാമാസിന്റെയും K-പോപ്പിന്റെയും ഒക്കെ ഇൻഫ്ലുവൻസോടുകൂടി കൊറിയൻ ലാംഗ്വേജിന്റെ പഠനം അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. അപ്പം ഇതൊക്കെയാണ് മറ്റു രാജ്യങ്ങളിൽ കൊറിയൻ വേവ് അല്ലെങ്കിൽ ഹാലു എങ്ങനെയാണ് ഉണ്ടായതെന്നും ഇനി നമുക്ക് ഇന്ത്യയിലെ കാര്യങ്ങൾ നോക്കാം. 1990-കൾ മുതൽ തന്നെ ഇന്ത്യയിൽ കൊറിയൻ വേവിന്റെ പ്രസൻസ് നമുക്ക് കാണാം. അത് എക്കണോമിക് ലിബറലൈസേഷന്റെ ഭാഗമായിട്ട് കൊറിയയിൽ നിന്ന് ചെറുതും വലുതുമായ ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യയിൽ വരികയും ഇൻവെസ്റ്റ്മെന്റുകൾ ആരംഭിക്കുകയും ചെയ്തു. 2001 സെപ്പറേറ്റിസ്റ്റുകൾ മണിപ്പൂരിൽ, ഇന്ത്യൻ സംസ്ഥാനമായ മണിപ്പൂരിൽ ബോളിവുഡ് മൂവി പ്രൊഹിബിറ്റ് ചെയ്ത സമയത്ത് ബർമയിൽ നിന്നും ഒരുപാട് സൗത്ത് കൊറിയൻ മൂവീസ് ആൻഡ് ഡ്രാമാസ്, അവയുടെ എല്ലാം CDs ആൻഡ് DVDs എല്ലാം ഇവിടേക്ക് കടത്തിക്കൊണ്ട് വന്നു. കൂടാതെ സൗത്ത് ഈസ്റ്റ് ഇന്ത്യ സംസ്ഥാനങ്ങളായ ആസാം, നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലും സൗത്ത് കൊറിയൻ കൾച്ചറൽ പ്രോഡക്ട്സിന് വളരെയധികം പോപ്പുലാരിറ്റി ലഭിച്ചു. അവിടുത്തെ എക്യുപ്മെന്റ്സ് ആയാലും അല്ലെങ്കിൽ മൂവീസ്, ഡ്രാമാസ്, മ്യൂസിക്, ഇവ വളരെയധികം പോപ്പുലാരിറ്റി ഇവയ്ക്ക് എല്ലാം തന്നെ ലഭിച്ചു തുടങ്ങി. 2002-2005 കാലഘട്ടങ്ങളിൽ ഡൽഹി, JNU, കൽക്കത്ത, മദ്രാസ് യൂണിവേഴ്സിറ്റികളിലൊക്കെ കൊറിയൻ വീക്ക് സെലിബ്രേഷന്റെ പ്രധാന തീം കെ ഡ്രാമാസ് ആയിരുന്നു. അങ്ങനെ തിയേറ്റർ സ്റ്റുഡൻസിന് അവിടേക്ക് വരുന്ന കൊറിയൻ ഡയറക്ടേഴ്സുമായിട്ട് നേരിട്ട് സംവദിക്കാനുള്ള അവസരങ്ങൾ അവർക്ക് ലഭിച്ചിരുന്നു. പിന്നെ 2006 ഒരുപാട് കൊറിയൻ ഡെലിഗേറ്റ്സ് ഇന്ത്യ വിസിറ്റ് ചെയ്യുകയും അതിൻ്റെയൊക്കെ ഒരു ഫലമായിട്ട് 2006 ഇൻകോ സെന്റർ, കൊറിയൻ ഇന്ത്യൻ സെന്റർ, കൾച്ചറൽ സെന്റർ ഇന്ത്യയിൽ സ്ഥാപിക്കാൻ തുടങ്ങി. അവയുടെ കീഴിൽ ഒരുപാട് കൾച്ചറൽ ഫെസ്റ്റിവൽസ്, അതായത് ഈ ഫെസ്റ്റിവൽസിൽ ഈ മേക്കപ്പ് അല്ലെങ്കിൽ ഫാഷൻ, ഫുഡ്, കൊറിയൻ ക്യുസൈൻ അല്ലെങ്കിൽ ആനിമേഷൻ തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയൊക്കെ അവതരിപ്പിക്കാനായിട്ടൊക്കെ അവർ തുടങ്ങി. അങ്ങനെ ആളുകളിലേക്ക് കൂടുതൽ ഇവരുടെ ഈ കൾച്ചറൽ പ്രോഡക്ട്സിനെ എത്തിക്കുന്നതിന് ഈ കൾച്ചറൽ ഫെസ്റ്റിവൽസും ഇവരെ ഒരുപാട് സഹായിച്ചു. 2006 നമ്മുടെ ഡ്രാമാസ് ഒക്കെ സംപ്രേഷണം ചെയ്യാൻ തുടങ്ങിയിരുന്നു. 2013 കൊറിയൻ ബ്രോഡ്കാസ്റ്റിംഗ് നെറ്റ്വർക്കായ
KBS വേൾഡും ആഡിറാങ് TVയും ഇന്ത്യയിൽ ബ്രോഡ്കാസ്റ്റിംഗ് ആരംഭിച്ചു. അങ്ങനെ ഒരുപാട് ആളുകൾ, അതിൽ ഒരുപാട് K-ഡ്രാമാസ് ഉണ്ടായിരുന്നു. ആളുകൾ ഈ ലാംഗ്വേജ് പഠിക്കാനായിട്ട് ഒരുപാട് ഇൻട്രസ്റ്റ് ആയി. പിന്നെ അവിടുത്തെ ഈ ടൈക്കോണ്ടോ പോലുള്ള കൊറിയൻ മാർഷ്യൽ ആർട്ട് പഠിക്കാനൊക്കെ യങ്സ്റ്റേഴ്സിന് വളരെയധികം ഇൻട്രസ്റ്റഡ് ആയി. പിന്നെ ഒരു 2014-17 ടൈമിലെ കണക്ക് പ്രകാരം ഇന്ത്യയിൽ K-ഡ്രാമാസ് വ്യൂവേഴ്സിന്റെ എണ്ണം ഒരു റാപ്പിഡ് ഗ്രോത്ത് ഉണ്ടായിട്ടുള്ളതായി പറയുന്നു. ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നമ്മുടെ ഇന്ത്യയിലെ ഫാഷനെയും മ്യൂസിക് ആൻഡ് മൂവീസ് ഓൾസോ അവയെല്ലാം ഒരുപാട് ഇൻസ്പയർ ചെയ്യാൻ ഈ K-ഡ്രാമാസ്, മൂവീസ് അല്ലെങ്കിൽ ഈ സൗത്ത് കൊറിയൻ കൾച്ചറൽ പ്രോഡക്റ്റ്സ് നമ്മളെ സഹായിക്കുന്നുണ്ട്. യെസ്. ഇപ്പോൾ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കൊറിയൻ വേവ് ഓർ ഹാലുവിന്റെ സെക്കൻഡ് ഫേസിലൂടെയാണ്. അതറിയപ്പെടുന്നത് ഹാലു 2.0. നമ്മൾ എന്തിരൻ 2.0 എന്നൊക്കെ പറയില്ല, അതുപോലൊക്കെ. ന്യൂ കൊറിയൻ വേവ്. യെസ്. ഫസ്റ്റ് കൊറിയൻ വേവിനേക്കാൾ വളരെയധികം പവർഫുൾ ആണ് സെക്കൻഡ് കൊറിയൻ വേവ് അല്ലെങ്കിൽ ഈ ന്യൂ കൊറിയൻ വേവ്. ഫസ്റ്റ് കൊറിയൻ വേവില് K-ഡ്രാമാസും മൂവീസും K-പോപ്പ് ഇവയായിരുന്നു അതിന്റെ ഡ്രൈവിംഗ് ഫോഴ്സസ് എങ്കിൽ സെക്കൻഡ് കൊറിയൻ വേവ് അല്ലെങ്കിൽ ന്യൂ കൊറിയൻ വേവ് ഹാലു 2.0യുടെ ഡ്രൈവിംഗ് ഫോഴ്സസ് എന്ന് പറയുന്നത് K-പോപ്പ് അതിന്റെ പ്രധാനപ്പെട്ട തന്നെ. കൂടാതെ വീഡിയോ ഗെയിംസും ആനിമേഷൻസും ഇവയാണ് അതിന്റെ പ്രധാനപ്പെട്ട ഡ്രൈവിംഗ് ഫോഴ്സസ്. പിന്നെ ഇതിന്റെ ഒരു ഹാലു 2.0യുടെ ഒരു പ്രധാന അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അവരുടെ മാർക്കറ്റ് തന്നെയാണ്. അവരുടെ കോണ്ടിനെന്റൽ ആയ ഒരു ബേസ് അവരുടെ മാർക്കറ്റിന് അവർക്ക് ലഭിക്കുന്നു. ഇതിന് പ്രധാനപ്പെട്ട അവരുടെ ശക്തി എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയാസും പിന്നെ 21st സെഞ്ച്വറിയിലെ ടെക്നോളജീസുമാണ് അവരെ ഇതിന് സഹായിക്കുന്നത്. പിന്നെ ഹാലു 2.0യുടെ ഒരു മെയിൻ സോഴ്സ് അവരുടെ ഈ മാർക്കറ്റിനാണെങ്കിലും ഈ ഹാലുവിൻ്റെ പവർ അല്ലെങ്കിൽ മറ്റാളുകളിലേക്ക് എത്തിപ്പെടുന്നതിനുള്ള ഒരു പവർ കൂട്ടുന്നതിനും അവരെ സഹായിക്കുന്ന മെയിൻ സോഴ്സസ് ആണ് K-പോപ്പ് ഐഡൽസ്. അത് നമ്മുടെ K-ഡ്രാമാസിൽ അവരെ ഉൾക്കൊള്ളിക്കുന്നതും ഒക്കെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് കാണാം. അതൊക്കെയാണ് ഹാലുവിനെ പറ്റി നമുക്ക് പൊതുവായിട്ട് കിട്ടുന്ന ഒരു ഇൻഫർമേഷൻസ് ഒക്കെ. ഇനി ഈ ഹാലു എങ്ങനെയാണ് ഈ 90കൾ മുതൽ തുടങ്ങി ഇപ്പോഴും ശക്തി കുറയാതെ അത് ഇത്രയും പവർഫുൾ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് നോക്കാം. അതിൻ്റെ പ്രധാനപ്പെട്ട ഫസ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻ്റ് ഫാക്ടർ ഗവൺമെന്റ്. യെസ്, അവരുടെ സപ്പോർട്ട്, അവരുടെ ഗവൺമെന്റിന്റെ സപ്പോർട്ട്. ആദ്യ തുടക്കം മുതൽ തന്നെ നമുക്ക് കാണാം മീഡിയ പ്രൊഡക്ഷൻസിന് അവർ സബ്സിഡീസ് കൊടുക്കുന്നു. അതുപോലെ ഇപ്പോൾ ഈ പുതിയ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുമ്പോൾ പ്രത്യേകിച്ച് എന്റർടൈൻമെന്റ് മേഖലയിൽ അതൊരു ലോങ് ടേം ആണ്. അപ്പോൾ എന്റർടൈൻമെന്റ് മേഖലകളിലേക്ക് പുതിയ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുമ്പോൾ 1% ഇതുപോലുള്ള സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടിയിട്ട് കൊറിയൻ ഗവൺമെന്റ് മാറ്റിവെക്കുന്നു. കൊറിയൻ വേവിലൂടെ സൗത്ത് കൊറിയയുടെ ടൂറിസം വളരെയധികം ഡെവലപ്ഡായി. അങ്ങനെ പറയാനായിട്ട് കാരണം നമ്മളിപ്പം നമ്മുടെ ഈ സിനിമകളെല്ലാം തന്നെ കണ്ടിട്ട് K-ഡ്രാമാസ് ആവാം K-മൂവീസ് ആവാം ഇവയൊക്കെ കണ്ടിട്ട് ഞങ്ങളും അല്ലെങ്കിൽ നമ്മളിൽ പലർക്കും കൊറിയയിൽ പോയാൽ കൊള്ളാമെന്നുണ്ട്. അപ്പം ഇങ്ങനെ ഈ ഹാലുസിനേറ്റഡ് ആയിട്ട് എന്താണെങ്കിലും പറയാം പ്രോഡക്ട്സ് കണ്ട്, അതായത് സൗത്ത് കൊറിയൻ കൾച്ചറൽ പ്രോഡക്ട്സിലൂടെ ഇഷ്ടപ്പെട്ട് അവിടെ വിസിറ്റ് ചെയ്യാൻ എത്തുന്ന വിസിറ്റേഴ്സിന് ഈ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് സ്പെഷ്യൽ ആയിട്ടുള്ള ടൂർ പാക്കേജസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൊറിയൻ ടൂറിസം ഓർഗനൈസേഷൻ അവ ഒരുപാട് വിപുലമായ ടൂറിസം പാക്കേജുകളാണ്. നമ്മുടെ ഈ ഫേമസ് ഷൂട്ടിംഗ് ലൊക്കേഷൻ, ഡ്രാമാസ്, മൂവീസ് ഇവയിലൂടെയൊക്കെ പ്രശസ്തമായ ഷൂട്ടിംഗ് ലൊക്കേഷൻസ് എല്ലാം ഈ പാക്കേജിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു തീം പാർക്കാണ് K-വാലി. ഇതും ഈ ഹാലു ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു തീം പാർക്കാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ടൂറിസത്തിലൂടെയും സൗത്ത് കൊറിയ വളരെയധികം ഇമ്പ്രൂവ് ആകും. അത് ഈ ഹാലു അവരെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾക്ക് സൗത്ത് കൊറിയയെ കുറിച്ച് അല്ലെങ്കിൽ സൗത്ത് കൊറിയൻ വേവ്, സൗത്ത് ഹാലുവിനെ കുറിച്ച് ഞങ്ങൾക്ക് നിങ്ങളോട് സംസാരിക്കാനായിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് സൗത്ത് കൊറിയയുമായുള്ള ബന്ധം എന്താണ്? അതായത് ഏത് കൾച്ചറൽ പ്രോഡക്ട്സ് ആണ് യുവർ ഫേവറേറ്റ്? സൗത്ത് കൊറിയൻ മൂവി, ഡ്രാമ, K-പോപ്പ് ഓർ സൗത്ത് കൊറിയൻ ഫാഷൻ? നിങ്ങളുടെ സ്റ്റോറി എന്താണ്? വാട്ട് ഈസ് യുവർ കണക്ഷൻ വിത്ത് സൗത്ത് കൊറിയ? അത് എന്താണെന്നുള്ളത് കമന്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പോൾ സീ യു ലേറ്റർ വീഡിയോ. ബൈ ബൈ.